കൊച്ചേ, ഇനി വന്നേ. ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം സീരിയസ് ആയി തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പരാതി എന്തിനെ കളക്ടർക്ക് അയച്ചു? ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു കമ്പി അടിച്ചാൽ പോരായിരുന്നു. പുറപ്പെട്ടു പോയ അപ്പനെ അവർ കണ്ടുപിടിച്ചു വരുമായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞത് തന്നെയാ നേരെ. മക്കൾ കാരണം ജീവിതം എടുത്ത ശേഖരമേനോൻ കുറ്റിപ്പുറത്തുനിന്ന് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സെപ്റ്റംബർ 13-ാം തീയതി ബോംബെക്ക് വണ്ടി കയറി. അതിനുള്ള രേഖകളെല്ലാം എന്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? എന്റെ പൊന്നു കൊച്ചേ, ഇനി ബോംബെ ചെന്ന് മേനോനെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ കളക്ടറോട് എന്ന് പറഞ്ഞാൽ മതി. ജീപ്പറോ ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ. സർ, ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നില്ല, ഞാനിപ്പോ സസ്പെൻഷനില്ല. അറിയാം സാർ, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ഇതെന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ. പരിചയമുണ്ട് സാർ. വർഗീസേ, ചായ ശരിക്ക് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോളാൻ പറ. പതയുണ്ടാകും സാർ, ടേസ്റ്റിയാ. ചായ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ശേഖരമേനന്റെ മകളെ കണ്ടു എന്ന് പറഞ്ഞു. ഉവ്വ, അതായത് കളക്ടറിനെ വിളിച്ച്. മനസ്സിലായി. മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്കറിയേണ്ടത്. സാർ, ഇത് സെപ്റ്റംബർ 13-ാം തീയതി കുറ്റിപ്പുറത്തുനിന്ന് കുർള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ചാർട്ടാണ്. ദേ കണ്ടോ, ടി ശേഖര മേനോൻ, 58 years old, മെയിൽ, കുറ്റിപ്പുറം ടു ബോംബെ, സീറ്റ് നമ്പർ 21. യെസ്, ഇത് അദ്ദേഹം തന്നെ. ഏതായാലും ജീവിച്ചിട്ടുണ്ടല്ലോ, സമാധാനായി. ആർക്കെങ്കിലും ആവട്ടെ. ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃപ്തനാവില്ല. ഞാൻ തൃപ്തനായില്ല സാർ. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത്. ഏത് ഹമീദ്? സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ്. ഹമീദ് ഞാനാണ്. എന്നാ കാര്യം? ഞങ്ങളെ SI മാത്യു വർഗീസ് അയച്ചാണ്. ഇരിക്കൂ. ഒരു ചെറിയ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. പറയൂ. താങ്കൾ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി കുർള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു. നിങ്ങൾ ആ ശേഖരമേനോന്റെ ബന്ധുക്കളാണോ? അതെ. SIയോട് ഞാൻ പറഞ്ഞാണല്ലോ എല്ലാം. അതെ, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ. ഞാൻ കയറിയത് തിരൂരിന. കുറ്റിപ്പുറത്ത് എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ശേഖരമേനോൻ കയറി. അതൊന്നും ഞാൻ അയാളെ ശ്രദ്ധിച്ചില്ല. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു തേങ്ങലിട്ട് നോക്കിയപ്പോ എതിരെ ഇരുന്ന മനുഷ്യൻ കരയുകയും മൂക്കിയിട്ടെന്നൊക്കെ കണ്ടു. കാഴ്ചയിൽ മാനിനും തറവാടിയുമായ പ്രായം ചെന്നൊരു മനുഷ്യൻ കരയുന്ന കണ്ടപ്പോ സ്വാഭാവികമായി അയാളൊന്ന് നോക്കി. എന്നിട്ട് പുസ്തകം മടക്കി വെച്ച് എന്ത് പറ്റി ഞാൻ ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല, വെറുതെ നോക്കിയതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് ചായക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ ഞാൻ ഒരു ചായ ഓഫർ ചെയ്തു. നിർബന്ധിച്ചപ്പോ കുടിച്ചു. പിന്നെയാണ് അയാൾ ശേഖരമേനോനാണെന്നും ബോംബെക്ക് പോവുകയാണെന്നും ഓരോന്നോർത്ത് കരഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ യാത്ര പറഞ്ഞ് പാലക്കാട് ഇറങ്ങുകയും ചെയ്തു. ബോംബെന്ന് ഇതുവരെ അദ്ദേഹം മടങ്ങി വന്നില്ലേ? ഇല്ല. കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞാട്ടാണ് എന്റെ ഓർമ്മ. താങ്ക് യു മിസ്റ്റർ ഹമീദ്. ഇൻസ്പെക്ടർ എല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി വന്നോളൂ. ഓക്കെ. ഇറങ്ങടാ. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് സസ്പെൻഷൻ അല്ല, ഡിസ്മിസലാണ്. മനസ്സാക്ഷിയില്ലാത്തവൻ, അഹങ്കാരി. ഉപ്പുമാവ് വയറു നിറച്ച് കഴിച്ചോ, യാത്ര ചോദിക്കുമ്പോൾ വികാരഭരിതമായി സംസാരിച്ചോ, ഇവൻ വലിയൊരു CID. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു മരക്കോന്തനെ വിളിച്ച് കേസ് അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അരി കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു മിണ്ടരുത് നീ. പാവം കുട്ടികള്, അവർക്ക് ഇത് അറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും. ശേഖരമേനോൻ തിരിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടിയോട് ഹരി ഒന്നും പറയരുത്. അത് നീയാണോടാ തീരുമാനിക്കാൻ? നമ്മൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശേഖരമേനോൻ മരിച്ചു എന്ന്. നമ്മളല്ല, നീ. ആരെങ്കിലും ആവട്ടെ, ആ നഷ്ടം സഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിനിടയിൽ വീണ്ടും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടാ, നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെ വലിഞ്ഞു കയറി വന്നതിന്. വലിഞ്ഞു കയറി വന്നു. ഹരി സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? ഓ, അത്രത്തോളായോ? ആയി. ഞാനൊരു ഫൂളാണ്. അക്കാര്യത്തിൽ എന്താ ഇത്ര സംശയം? കാള പെട്ടെന്ന് കേട്ടപ്പോ കയറെടുക്കാൻ വന്ന് എന്നെ ചൂല് കൊണ്ടടിക്കണം. ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കണം. എന്നാ പറയാനാ, ആവശ്യക്കാരൻ ഇരിക്കപ്പുറതില്ലല്ലോ. കാലത്തെ മുതൽ കാത്തിരിക്കുന്ന ഇതാ ബേസ്മെന്റ്. 9000 സ്ക്വയർ ഫീറ്റ്, AC ഹാള്, 9 AC റൂം, AC ഡൈനിങ് ഹാൾ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴാ ഇദ്ദേഹം. ഏതായാലും ഭാഗ്യമായെന്ന് കരുതിക്കോളൂ. റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി SI കാണിച്ചു തന്നു. കൂടെ യാത്ര ചെയ്ത ആളെയും കണ്ടു. എന്നാലും ഈ മേനോ സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി. എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ. അല്ല, അതിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്നും കൂട്ടാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാലോചിക്കണം. ചിലപ്പോ ബോംബെ വരെ പോകേണ്ടി വരും. അത് നമ്മൾ പോണോ അതോ പോലീസ് പോണോന്നൊക്കെ അന്വേഷിക്കണം. എന്നാ കാര്യമാ? ഒന്നുമില്ല. അല്ല, പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസുവാ? അല്ലല്ല,
ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെക്ക്. ആ അത്രേ ഉള്ളൂ. വല്ല തീർത്ഥാടനവും പോയതായിരിക്കുന്നേ. എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ. അതേ, പറഞ്ഞിട്ട് പോയ യാത്രയുടെ ഫലം കുറഞ്ഞു പോകുമെന്ന് ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മൂത്ത ചേട്ടത്തിലെ കെട്ടിയോൻ 70-ാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? നാടായ നാടൊക്കെ തിരക്കി, എവിടെ ആളില്ല. ഓടിക്ക 3 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു. ആ പോക്ക് എവിടെ വരെ പോയെന്നാ? അങ്ങ് വത്തിക്കാൻ വരെ. പാസ്പോർട്ട് ഉണ്ടോ, വിസയുണ്ടോ? ഇല്ല. എന്നാലും അങ്ങേര് എങ്ങനെയോ പോയി വന്നു. ചിലരങ്ങനെ ഭക്തി മൂത്ത ഭ്രാന്താവും. മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ. അങ്ങേരുടെ പുറകിനോടുന്ന എന്നാത്തിനാ? കുറെ കാശ് കളയാ, അല്ലാതെ യാതൊരു വിശേഷവും ഇല്ല. ചിലപ്പോ നാളെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ്, അതും അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ അങ്ങേര് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പോയതുപോലെ തിരിച്ചു വരും. അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല. കുട്ടികളോട് ഒറ്റയ്ക്കാണേ. അപ്പൊ പിന്നെ എന്നാ ചെയ്യാൻ പോവാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന്. ആലോചിക്കാമെന്നല്ലേ എന്ന് പറഞ്ഞത്? അതെ, പക്ഷെ ഇതാണ് പ്രശ്നം. ഇവരെ സഹായിക്കാൻ മറ്റാരുമില്ല. മുഷിയരുത്, വേറെ വല്ലവരും നോക്കിക്കോളൂ. എന്താടാ, ആരെയും കാണുന്നില്ലല്ലോ? എല്ലാവരും പോയി. പോയോ? ആ പുതിയ എഞ്ചിനീയർ വന്നിരുന്നു. ആ. നമ്മുടെ മിക്സ് ചെയ്ത കോൺക്രീറ്റിന്റെ സാമ്പിൾ എടുത്തോണ്ട് പോയി. ആ. അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ പണി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. 8-10 വർഷമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്റെ വർക്കിനെ പറ്റി ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വേണ്ടായിരുന്നു സാർ. ഞാനിപ്പോ മുള്ളുമല നിൽക്കുന്നത്. സാറിനറിയോ, ഇല്ലാത്ത പലിശയ്ക്ക് കണമായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഐ എം ഹെൽപ്ലെസ്. എന്റെ സുപ്പീരിയർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏത് സുപ്പീരിയർ? സൂപ്രണ്ടിങ് എഞ്ചിനീയറോ? ഞാൻ ആ മനുഷ്യനോട് ഒരു അപരാധം ചെയ്തിട്ടില്ല. കാണേണ്ട രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുകളിലുള്ള കരുതിക്കുന്നതാവും. ഏതായാലും റിസൾട്ട് വരുന്നവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. സാമ്പിൾ എടുത്തത് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വെറും ഓരോ കാരണങ്ങൾ മാത്രല്ലേ. അധികാരത്തിലിരിക്കുന്നവർക്ക് നമ്മളെ പോലുള്ള പാവങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യണം. ബാങ്ക് ലോണൊക്കെ ഒരുപാടുള്ളതല്ലേ. സൂപ്രണ്ടിങ് എഞ്ചിനീയറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ഓരോരുത്തരുടെയും തിണ്ണനിറങ്ങണം. പാട് തന്നെ. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടകാലം അങ്ങോട്ട് പകർന്നതാവും. ചേച്ചേ, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? അല്ല, ശാപം കിട്ടിയ ജന്മോ ഞങ്ങളുടേത്. ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മുത്തശ്ശൻ പോയി. അച്ഛനും എവിടെയാണെന്നറിയില്ല. അടുപ്പമുള്ളവർക്കെല്ലാം വേദനിക്കാനേ നേരുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇനി ഞങ്ങൾ കോൺട്രാക്ടർമാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാ. ആദ്യം ആയതുകൊണ്ട് എനിക്കൊരു അല്പം ഷോക്കായി പോയെന്ന് മാത്രം. അതൊക്കെ ഞാനിപ്പോ ശരിയാക്കൂലേ? നല്ല ധൈര്യമുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചേ. കംപ്ലീറ്റ് കളഞ്ഞു. ചെല്ലട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, ബാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യ. പിന്നെ ഒരാള് വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ സംഭവം? എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇരുട്ടിന്ന് 2 പേരുടെ നേരെ ചാടി വീണു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആകെ പേടിയാവുക. ഏയ്, അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? മുറിവ് വല്ലതും പറ്റിയോ? ഏയ്, സാരമില്ല. നിങ്ങൾ വയ്ക്കോ, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ഇതൊക്കെ ആരാന്നാ മനസ്സിലാവാത്തത്? ഈ ലോകം നിറച്ച് ദുഷ്ടന്മാരല്ലേ. എന്നാലും എന്നെ ഒരു എത്തുപിടി കിട്ടുന്നില്ല. നേരം വൈകി പോയി കിടന്നോളൂ. ശേഖരമേനോന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണിത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രമാദേവി മർഡർ കേസിൽ ഡിവൈഎസ്പിയുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് അയാൾ വാദിച്ചു. ദെൻ ഗോ ഹെഡ് വിത്ത് യുവർ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നായി ഞാൻ. പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2 വാക്കുകൾ: ഇഡിയോട്ടിക്, ബുൾഷിറ്റ്. ഞാനത് പിൻവലിക്കണം. എനിക്ക് മനസ്സില്ല. അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട. കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാ പൂനെയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ടി ടിയുടെ ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. ഇതാ നോക്കൂ.
Kurla Express, September 13th. Train number 6636, 3 tier, seat number 21, Kuttipuram to Bombay. P. Shekharamenon, N. എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് സത്യം. പക്ഷെ മേനോൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം. അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്നർത്ഥം. ഇന്നിപ്പോ ഇരുട്ടിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല,